आग है औलाद इब्राहिम है नमरूद है, आग है औलाद इब्राहिम है नमरूद है, क्या फिर किसी को किसी का इम्तिहान मक़सूद है. അല്ലാമ ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട്, ആഗ് ഹേ, ഇന്ന് തീയുണ്ടല്ലോ, ഔലാദ് ഇബ്രാഹിം ഹേ, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മക്കളുണ്ടവരുടെ ഡിസെൻഡൻസ്, അറബികളായവർ, മുസ്ലിമീങ്ങളായ ആളുകൾ മുഴുവനും ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാർ എമ്പാടും ലോകത്ത് ബാക്കിയുണ്ടല്ലോ. നമ്രൂദ് ഹേ, ഇസ്ലാമിനോട് ദേഷ്യം പറയുന്ന, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന നമ്രൂദുമാർ ഇന്നും ലോകത്ത് എത്രയോ ഉണ്ടല്ലോ. ഇസ്ലാമിനോട് അലർജിയുള്ളവർ, മുസ്ലിമീങ്ങളോട് പ്രത്യേകിച്ച് വൈരാഗ്യമുള്ളവർ എന്നുമുണ്ട്. എന്നിട്ടെന്തേ, കാഫിർ കിസിക്കോ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ. ഇബ്രാഹിം നബിയെ ആ നമ്രൂദ് ശിക്ഷിച്ച പോലെ, ഈമാനിന്റെ പരീക്ഷണം നടത്തിയതുപോലെ നമ്മുടെ ഈമാൻ പരീക്ഷിക്കാൻ എന്തേ ഒരു നമ്രൂദും ഇന്ന് രംഗത്ത് വരാത്ത? നമ്മൾ അത്രക്ക് മോശക്കാരായോ എന്ന് ഇഖ്ബാലിന്റെ ഒരു ചോദ്യമുണ്ട്. رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ജീവനങ്ങ് പോയാലും ശരി, ഞങ്ങൾക്ക് ഈ ലോകത്തെ സർവ്വസുഖവും എല്ലാം നഷ്ടപ്പെട്ടാലും ശരി, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണണം, അള്ളാഹുവിന്റെ അരികത്ത് പോകണം എന്ന് കൊതിച്ച് റബ്ബിന് വേണ്ടി ജീവൻ കൊടുത്ത മാഷിത്ത ബീവിയെ നമ്മൾ മറക്കരുത്, സുഫിയ ബീവിയെ മറക്കരുത്, സുമയ്യ ബീവിയെ മറന്നുകൂടാ, ആസിയ ബീവിയെ മറന്നുകൂടല്ലോ. ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ. എന്തൊക്കെയാണ് ഈ ത്യാഗങ്ങളൊക്കെ? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സഹോദരിമാരെ, സഹോദരന്മാരെ, എന്നോട് നിങ്ങൾ ഇതിൽ വെറുപ്പ് വിചാരിക്കണ്ട. ഇത് അല്ലാഹുവിന്റെ നിയമമാണ്, മുത്തുനബിയാണ് ഇതൊക്കെ പറഞ്ഞത്. ഇത് പഠിപ്പിച്ചു തരേണ്ടത്, പറഞ്ഞു തരേണ്ടത് പണ്ഡിതന്മാരുടെ, ഉപദേശിച്ചു കൊടുക്കുന്നവരുടെ, വാദം പറയുന്നവരുടെ, ദാഇമാരുടെ, മുഅല്ലിമീങ്ങളുടെ, ഉസ്താദുമാരുടെ, രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. وما كان لمؤمن ولا مؤمنة وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. ശാപം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല. ആരൊക്കെയാണത്? അന്നാമിസ വൽ മുതനമ്മിസ. സഹോദരിമാരെ, പെണ്ണന്മാർ ശരിക്ക് കേൾക്കണം. ബ്യൂട്ടി പാർലറുകളിൽ കയറിയിറങ്ങാത്ത പെണ്ണുങ്ങളുണ്ടോ? നമ്മുടെ നാടുകളിൽ, നഗരങ്ങളിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾക്ക് പുരുഷന്മാർ ബാർബർ ഷോപ്പിൽ പോകുന്ന പോലെ ബ്യൂട്ടി പാർലറുകൾ നമ്മുടെ സഹോദരിമാർ നിത്യ സന്ദർശനം നടത്തുന്ന ഇടങ്ങളായി മാറുന്ന ഒരു ലോകത്താണ് ഈ ഹദീസ് നമ്മൾ പരിചയപ്പെടുന്നത്. സഹോദരിമാരെ, നിങ്ങൾ ഇത് മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു കൗതുകം തോന്നും, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. സ്വഹീഹായ ഹദീസാണ്. ലഅനല്ലാഹു വന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ലഅനന്നാമിസ വൽ മുതനമ്മിസ. നാമിസത്ത് എന്ന് പറഞ്ഞാൽ പുരികം പ്ലക്ക് ചെയ്യുന്ന പെണ്ണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാഹു നൽകുന്ന അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്നവർ. മുഖത്ത് വൈകൃതമുണ്ടായത് നന്നാക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പുരികം പ്ലക്ക് ചെയ്യുന്ന പെണ്ണിനാണ് നാമിസത്ത് എന്ന വാക്ക്. അറബി ലോകത്തത് നിലവിലുണ്ടെന്ന് തന്നെ. വൽ മുതനമ്മിസ, പ്ലക്ക് ചെയ്യുന്ന പെണ്ണും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ, സംഭവിച്ചു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. എത്ര നിസ്സാരമാണത്, എത്ര ലാഘവത്തോടെയാണ് നമ്മൾ ഇതൊക്കെ കാണാറുള്ളത്. മുത്തുനബിക്കത് ഇഷ്ടമല്ല, മുത്തുനബിക്കും അല്ലാഹുവിനും ഇഷ്ടമല്ലെങ്കിൽ മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ആണായ ഒരു മുഅ്മിനോ മുഅ്മിനത്തായ ഒരു സഹോദരിക്കോ അല്ലാഹുവിന്റെ നിയമം മറികടക്കുക സാധ്യമല്ല. നമുക്ക് പിന്നെ മറുത്തൊരു അഭിപ്രായം പറഞ്ഞുകൂടാ. ഇത് പ്രഭാഷണം ചെയ്യുന്ന ഉസ്താദിന്റെ അഭിപ്രായമല്ല,
ഒരു വഅദ് പറയുന്ന ആളിന്റെ അഭിപ്രായമല്ല, മുത്തുനബിയുടെ ഹദീസാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. ലഅന റസൂലുള്ളാഹ്, മുത്തുനബി ശപിച്ചിട്ടുണ്ട്. അന്നാമിസ വൽ മുതനമ്മിസ, പ്ലക്ക് ചെയ്യുന്ന പെണ്ണിനെയും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. നമ്മുടെ പെണ്ണുങ്ങൾ അത്തരക്കാരിൽ പെട്ടുപോയിട്ടുണ്ടോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നബി തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരെ പോലെ വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണും പെണ്ണിനെ പോലെ വസ്ത്രവിധാനം ചെയ്യുന്ന ആണും ശപിക്കപ്പെട്ടവരാണെന്ന്. ചെറുപ്പക്കാരെ, കാതുകളിൽ പിയേഴ്സിംഗ് ചെയ്യുന്നവരുണ്ട്, കാതുകുത്തുന്നവരുണ്ട്. കൈകളിൽ വള കൊണ്ട് നടക്കുന്ന പുരുഷന്മാരെ കാണാൻ കഴിയും. കഴുത്തുകളിൽ ചെയിൻ കൊണ്ട് നടക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരുടെ കൈകളിൽ ചരടോട് ചരട്, എവിടെ നിന്നൊക്കെയോ കിട്ടിയ വളകൾ, ഏതൊക്കെയോ ആഭരണങ്ങൾ, കൈകളിൽ റിങ്ങുകൾ, ഏതോ മതവിശ്വാസികൾ ചെയ്യുന്നത്. ഒരു കാതിന് ഒരു കുത്ത്, കാതിൽ ഇയറിങ് വെക്കുന്ന ചെറുപ്പക്കാർ. ആഭരണമണിയുന്നത് പെണ്ണുങ്ങളുടെ ശീലമാണ്. ആഭരണമണിയുന്നത് പെണ്ണിന്റെ സ്വഭാവമാണ്. പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. പെണ്ണിനെ പോലെ മുടിവെക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ ഒരു ഇന്റർനാഷണൽ യാത്ര ചെയ്താൽ, നമ്മുടെ നഗരം വിട്ട് മറ്റൊരു നഗരത്തിലേക്കൊന്ന് ഫ്ലൈ ചെയ്താൽ, എയർപോർട്ടുകളിൽ, നഗരങ്ങളിൽ, അവിടുത്തെ കഫകളിൽ എത്രയോ പുരുഷന്മാർ പെണ്ണുങ്ങളെപ്പോലെ ആവാൻ അതുപോലെ വേഷം കെട്ടി നടക്കുന്നത് നമ്മുടെ നാടുകളിൽ സമീപ ഭാവിയിൽ വരില്ലെന്ന് ആര് കണ്ടു? വൽമുതശബ്ബിഹാതു ബിർരിജാൽ, പുരുഷന്മാരെ പോലെ നടക്കുന്ന പെണ്ണുങ്ങളും വേണ്ട, പുരുഷന്മാരുടെ കോലം അവരും കെട്ടണ്ട. ആണും പെണ്ണുമായി അല്ലാഹു പടച്ചത് വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കാനാണ്. ആണിന്റേത് പെണ്ണിനും കഴിയില്ല, പെണ്ണിന്റേത് ആണിനും കഴിയില്ല. രണ്ടുപേർക്കും നീതിയുക്തമായി അല്ലാഹു ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. ആണ് പെണ്ണിന്റെ കോലം കെട്ടരുത്, പെണ്ണ് ആണിന്റെ കോലവും കെട്ടരുത്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ അല്ലാഹുവിന്റെ നിയമമാണ്. ഇതിനെ മറികടന്ന് മറുത്തൊരു വാക്ക് പറയാൻ സത്യവിശ്വാസിക്ക് പാടില്ലെന്നാണ് സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ ആയത്ത് പറയുന്നത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നബിതങ്ങളുടെയും അള്ളാഹുവിന്റെയും നിയമമാണ്. എന്റെ പേഴ്സണൽ അഭിപ്രായമല്ല ഈ പറയുന്നത്, അള്ളാഹുവിന്റെ നിയമമാണത്. ലഅനല്ലാഹുൽ വാഷിമത വൽ മുസ്തൗഷിമ, ടാറ്റു വെക്കുന്നവർ. ചെറുപ്പക്കാർക്കറിയാം, നമ്മുടെ ഫുട്ബോൾ കളിക്കാർ ടാറ്റു വെക്കുന്നവരാണ്. സിനിമാ നടന്മാരുടെ കൈകളിൽ, ഷോൾഡറുകളിൽ, പുറത്ത്, കാലിൽ ടാറ്റു കാണും. പച്ചകുത്തുന്ന ഏർപ്പാട് ജാഹിലിയ കാലത്തുണ്ടത്. ലഅനല്ലാഹുൽ വാഷിമത വൽ മുസ്തൗഷിമ, പെണ്ണുങ്ങളിലും ആണുങ്ങളിലും പച്ചകുത്തുന്നവർ, ടാറ്റു കുത്തുന്നവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജാഹിലിയത്തിലുള്ള സംഗതിയാണ് മുഅ്മിനെ. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ട് ആധുനിക ജാഹിലിയത്താണ് എന്ന് നമ്മൾ പറയാൻ കാരണം. ഈ നടക്കുന്നതൊക്കെ ഇസ്ലാമിന്റെ മുമ്പ് പ്രീ ഇസ്ലാമിക് പീരീഡിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ ഇത് പറയുന്നത്. അന്ന് പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്, വിഗ് വെക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന്, ടാറ്റു ചെയ്യുന്നവരുണ്ട്. ലഅനല്ലാഹുൽ വാഷിമത വൽ മുസ്തൗഷിമ, ടാറ്റു ചെയ്യാൻ നിന്നുകൊടുക്കുന്ന പെണ്ണും അത് ചെയ്തു കൊടുക്കുന്നവനും ചെയ്തു കൊടുക്കുന്ന ആണും ചെയ്യാൻ ആവശ്യപ്പെടുന്നവനും ഒരുപോലെ ശപിക്കപ്പെട്ടവരാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭംഗിയാണ് നമ്മൾ ആലോചിക്കുന്നത്. മുഅ്മിനത്തുകളും മുഅ്മിനാത്തുകളും ചിന്തിച്ചത് ആത്മീയമായ ഭംഗിയായിരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ കോലം കെട്ടണം. അവർക്കതല്ല വേണ്ടത്. മുത്തുനബിയുടെ മുമ്പിൽ വന്നു ഒരു ഉമ്മ വന്നു, നബിയേ, എന്റെ മോൾക്ക് കല്യാണ പ്രായമായിട്ടുണ്ട്, നബിയേ, എന്റെ മോൾക്ക് കല്യാണം വന്നിട്ടുണ്ട്. അവളുടെ പുതിയാപ്പിള അവളെ കാണാൻ വരുന്നുണ്ട്. മുത്തുനബിയെ, അവൾക്കൊരസുഖം ബാധിച്ച് തലയിലെ തലമുടിയെല്ലാം പറ്റേ കൊഴിഞ്ഞു പോയിട്ടുണ്ട് നബിയെ. അഫ അസ്ലു ശഅറഹാ, ഞാൻ അവളുടെ മുടിയിൽ ചേർത്ത് വെച്ച് വാടകക്ക് മുടി വാങ്ങിക്കാൻ കിട്ടുന്ന മുടി വെച്ച് അവളുടെ തലയിലൊന്ന് ഏച്ചു വെച്ചു കൊടുത്തോട്ടെ നബിയെ, മുടി ഒറിജിനൽ അല്ല, അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില, അങ്ങനെ വാടകക്ക് മുടി വാങ്ങിക്കാൻ കിട്ടുന്ന മുടി തലമുടിയോട് ചേർത്ത് വെച്ച്
ഇല്ലാത്തത് പെരുപ്പിച്ചു കാണിക്കുന്ന ആ ഏർപ്പാടും അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന് പുതിയ പെണ്ണായി ഇറങ്ങാൻ പോകുന്ന പുതുമാരി പെണ്ണിന് ചെയ്തു കൊടുത്തേട്ട് എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഉമ്മയോട് മുത്തനബി പറഞ്ഞത് നിങ്ങളത് ചെയ്യണ്ട എന്ന്. മുആവിയ റളിയല്ലാഹു അൻഹു മദീനയുടെ മിമ്പറിലേക്ക് കയറി വരുന്നു. ഖുത്ബയോദാൻ വന്നപ്പോ ഖമീസിന്റെ കീശയുടെ ഉള്ളിൽ ഒരു മുടിക്കെട്ടുണ്ട്. ആ മുടിക്കെട്ട് പുറത്തെടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നത് ജൂതന്മാരല്ലാതെ മറ്റാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല സ്വഹാബികളായ ഞങ്ങൾ. മുടിക്കെട്ട് അൽ ബാറൂഖ എന്നറിയപ്പെടുന്നത്, മുടി ഫിക്സ് ചെയ്യാൻ വേണ്ടി മുടിക്കെട്ടുകൾ കൊണ്ടുവന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി വന്നപ്പോ അത് കീശയിൽ എടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ മുടി ഫിക്സ് ചെയ്യുന്നത് ജൂതന്മാരല്ലാതെ മറ്റാരും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. മുസ്ലിമീങ്ങളായ സഹോദരന്മാരോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, ദുന്യാവിൽ ഒരൽപ്പം ഗ്ലാമർ കുറഞ്ഞു പോയാലും ഒരൽപ്പം സൗന്ദര്യം കുറഞ്ഞു പോയാലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കോലം നമ്മൾ കിട്ടുന്നില്ല. കഴിഞ്ഞുപോയതെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്. നമ്മുടെ ഉമ്മത്തികളിൽ ആരെല്ലാം എന്തെല്ലാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അറിയാത്തതുകൊണ്ട്, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്, കേൾക്കാൻ കഴിയാത്തതുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചത് അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് സൗന്ദര്യം സൂക്ഷിക്കാൻ പറഞ്ഞത് ഈമാനികമായ സൗന്ദര്യമാണ് ഏറ്റവും ആദ്യത്തേത്. വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞു, തഖ്വയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് ഉത്തമം. യാത്ര പോകുമ്പോ ഭക്ഷണം കയ്യിൽ കരുതണമെന്ന് പറഞ്ഞു. നിങ്ങൾ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഖൈർ തഖ്വ തന്നെ എന്നൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ആന്തരികമായ ആധ്യാത്മികമായ ആത്മീയമായ സൗന്ദര്യം പുണരാനാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് നമുക്കൊക്കെ അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എഴുന്നേറ്റ് സ്വലാത്തില്ലല്ലേ, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.